ഹായ് ഫ്രണ്ട്സ്, ഫൈൻഡിങ് ദ റൂട്ട്സിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയിലെ PYQ സെക്ഷനാണ്. ഡിഗ്രി ലെവൽ ജോഗ്രഫി ക്വസ്റ്റ്യൻസിൻ്റെ PYQ സെക്ഷൻസ് ആണ്. അപ്പം പോയാലോ? ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എർത്ത് ക്രസ്റ്റ്? The oceanic crust is thinner as compared to the continental crust. The continental crust is thicker in the areas of major mountain systems. The crust has a higher density than the mantle. Option A 1 and 2, option B only 2, option C only 1, all of the above. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എർത്തിന്റെ ക്രസ്റ്റിനെ അല്ലെ, നമുക്കറിയാം എർത്തിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അങ്ങനെ അത് പറയുമ്പോൾ എർത്തിന്റെ ക്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ആസ് കമ്പയർഡ് ടു ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ്. അപ്പം രണ്ട് ക്രസ്റ്റിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും. അപ്പോൾ ഈ രണ്ട് ക്രസ്റ്റിൽ അവർ പറയുന്നു ഓഷ്യാനിക് ക്രസ്റ്റർ തിന്നറാണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റുമായിട്ട് നോക്കുമ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് തിന്നറാണ് എന്നാണ് അത് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ഇൻ ദ ഏരിയാസ് ഓഫ് മേജർ മൗണ്ടൻ സിസ്റ്റം. ഇനി കോണ്ടിനെന്റൽ ക്രസ്റ്റ് മൗണ്ടൻ സിസ്റ്റത്തിന്റെ ഭാഗത്തായിട്ട് അത് തിക്കറാണ് എന്ന് പറയുന്നു. മൂന്നാമത് എന്ത് പറയുന്നു? ദ ക്രസ്റ്റ് ഹാസ് എ ഹയർ ഡെൻസിറ്റി ദാൻ ദി മാൻഡിൽ. മാൻഡിലിനേക്കാളും ഡെൻസിറ്റി ക്രസ്റ്റിനാണ് എന്ന് പറയുന്നു. അപ്പം ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ഇതിന്റെ സോഴ്സ് ഒന്ന് കണ്ടിട്ട് അതിൽ നിന്നും നമുക്കൊന്ന് ആൻസർ മനസ്സിലാക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് കാണാം ഇവിടെ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. നമുക്കിവിടെ ക്രസ്റ്റും മാൻഡിലുമാണ് പരസ്പരം എന്ത് ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകും. നോക്കൂ, ക്രസ്റ്റ് എന്താണ്? ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ടാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ നേച്ചർ ബ്രിറ്റിൽ നേച്ചർ ആണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് നമ്മൾ തിരിച്ചില്ലേ? ഓഷ്യാനിക്കും അതുപോലെ തന്നെ കോണ്ടിനെന്റലും രണ്ടായിട്ട് തിരിച്ചില്ലേ? അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദ തിക്നെസ് ഓഫ് ദ ക്രസ്റ്റ് വേരീസ് അണ്ടർ ദ ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെന്റൽ ഏരിയാസ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഇവിടെ നോക്കൂ, ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് തിന്നർ ആസ് കമ്പയർഡ് ടു ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് തിന്നർ ആണ്. ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് വരാം. ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് തിന്നർ ആസ് കമ്പയർഡ് ടു ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. അപ്പോൾ അത് ശരിയല്ലേ? ഇത് ശരിയാണ്. ഇനി നമുക്ക് നോക്കാം. ദ മീൻ തിക്നെസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് 5 കിലോമീറ്റർ. അപ്പം ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. വെയർസ് ദാറ്റ് ഓഫ് ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് അറൌണ്ട് 30 കിലോമീറ്റർ. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റില് 30 കിലോമീറ്റർ ആണ്, ഓഷ്യാനിക് ക്രസ്റ്റില് അത് 5 കിലോമീറ്റർ ആണ്. ഇവിടെ താഴെ വരുമ്പോൾ പറയുന്നുണ്ട്, നോക്കടാ, ഇറ്റ് ഈസ് ആസ് മച്ച് ആസ് 70 കിലോമീറ്റർ തിക്ക് ഇൻ ദ ഹിമാലയൻ റീജിയൻ. ഹിമാലയൻ റീജിയനിലേക്ക് വരുമ്പോൾ ഇത് 70 കിലോമീറ്റർ തിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് വൺ. The continental crust is thicker in the areas of major mountain systems. അത് ശരിയല്ലേ? എന്താണ് പറയുന്നത്? 70 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. എവിടെ? ഹിമാലയൻ റീജിയനിൽ. അത് ശരിയാണ് അല്ലേ? നമ്മുടെ ഓപ്ഷനിൽ പോരാം. നോക്കൂ, മൗണ്ടൻ സിസ്റ്റത്തിൽ 70 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. 70 കിലോമീറ്റർ തിക്നെസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പം എവിടെയാണ്? ഇവിടെ നോക്കണം. കോണ്ടിനെന്റൽ ക്രസ്റ്റില് ഇത് എത്രയേ ഉള്ളൂ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് തിക്കർ ഇൻ ദ ഏരിയാസ് ഓഫ് മേജർ മൗണ്ടൻ റേഞ്ചസ്. ഇവിടെ നോർമൽ സൈഡിലാണെങ്കിൽ 30 കിലോമീറ്റർ ആണ്. അത് മൗണ്ടൻ റീജിയൻസിൽ വരുമ്പോൾ 70 കിലോമീറ്റർ ആണ്. ഓഷ്യാനിക് ക്രസ്റ്റിലാണെങ്കിലോ അവിടെ എത്രയേ ഉള്ളൂ പറയുന്നു? 5 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ക്രസ്റ്റ് ഹാസ് എ ഹയർ ഡെൻസിറ്റി ദാൻ ദി മാൻഡിൽ. ക്രസ്റ്റിന് മാൻഡിലിനേക്കാളും ഡെൻസിറ്റി കൂടുതലെന്ന് പറയുന്നു. നോക്കാം. ഇനി മാൻഡിൽ എന്താന്ന് പറഞ്ഞില്ല. മാൻഡിൽ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പോർഷൻ കവർ ചെയ്യുന്നത് മാൻഡിലാണ്. എത്രയുണ്ട്? 2900 കിലോമീറ്റർ വരെ മാൻഡിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ പോർഷൻ ഓഫ് ദ ഇന്റീരിയർ ബിയോണ്ട് ദ ക്രസ്റ്റ് ഈസ് കോൾഡ് ദ മാൻഡിൽ. അപ്പോൾ ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ട് അടുത്ത ലെയർ ആണ് മാൻഡിൽ എന്ന് പറയുന്നത്. ദ മാൻഡിൽ
എക്സ്റ്റെൻസ് ഫ്രം മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഇവരെ വേർതിരിക്കുന്ന വിച്ഛിന്നത, ഇവരിങ്ങനെ വേർതിരിക്കുന്ന ആ ഒരു ബോർഡർ ഉണ്ട്. അവിടെ മുതൽ എത്രയാണ് പറയുന്നുണ്ട്? മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി ഡെപ്ത് ഓഫ് 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിന്റെ അപ്പർ പോർഷൻ, ദാറ്റ് മീൻസ് ദ അപ്പർ പോർഷൻ ഓഫ് ദ മാൻഡിൽ എന്നറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ എന്താണ്? ആ മാൻഡിലിന്റെ അപ്പർ പോർഷൻ ആണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 400 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഏത്? അസ്തനോസ്ഫിയർ. അപ്പൊ മാൻഡിലിനെ കുറിച്ച് എന്ത് പറഞ്ഞു? മാൻഡിലിന്റെ ഏകദേശം 2900 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ക്രസ്റ്റിന്റെ തൊട്ട് താഴെയായി മൊഹോസ് ഡിസ്കണ്ടിന്യൂറ്റിക്ക് ശേഷം ആണ് മൊഹോസ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഇതിന്റെ ബോർഡർ ആയിട്ട് വരുന്നത്. അതിനുശേഷം കാണുന്നതാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതൊരു അർദ്ധദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഏത്? അസ്തനോസ്ഫിയർ അർദ്ധദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് മാഗ്മ ദാറ്റ് ഫൈൻഡ്സ്. അപ്പം ഈ മാഗ്മ ഉണ്ടല്ലോ, നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ ഭാഗമായിട്ട് മാഗ്മ പുറത്തേക്ക് വരുന്നെല്ലാം പഠിച്ചു. പുറത്ത് വരുമ്പോൾ ലാവ എന്നും ഉള്ളിലിരിക്കുമ്പോൾ തന്നെ മാഗ്മ എന്നൊക്കെ പറയുന്നു. അപ്പം ഈ മാഗ്മയുടെ സോഴ്സ് ഈ അസ്തനോസ്ഫിയർ ആണ്. ആൻഡ് ഹയർ ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിനേക്കാളും ഡെൻസിറ്റി കൂടുതലെന്ന് പറയുന്നു അല്ലെ. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നത് ക്രസ്റ്റിനാണ് ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ ഇവിടെ പ്രൂവ് ചെയ്തു അല്ലെ, ഹയർ ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിനേക്കാളും എന്താണ് ഡെൻസിറ്റി കൂടുതലാണ് മാൻഡിലില്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോവാം. ഇവിടെ നോക്കടാ, ദ ക്രസ്റ്റ് ഹാസ് എ ഹയർ ഡെൻസിറ്റി ദാൻ ദി മാൻഡിൽ. ദി മാൻഡിൽ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഏകദേശം ക്രസ്റ്റിന് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് മാത്രമേ ഉള്ളൂ ക്രസ്റ്റിന്. മാൻഡിലിന് വരുന്നിട്ട് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഇനി അസ്തനോസ്ഫിയറിലാണെങ്കിൽ 3.4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം ദ ക്രസ്റ്റ് ഹാസ് എ ഹയർ ഡെൻസിറ്റി ദാൻ ദ മാൻഡിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, കണ്ടോ, ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് മാഗ്മ ദാറ്റ് ഫൈൻഡ്സ് ആൻഡ് ഹയർ ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് ദി ക്രസ്റ്റ് അല്ലേ. അപ്പൊ ക്രസ്റ്റിനല്ല, ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? മാഗ്മയ്ക്കാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും മനസ്സിലായി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയായ ഓപ്ഷൻ ഏതാണ്? എ ആണ് ശരി. മൂന്നാമത്തത് തെറ്റായ ഓപ്ഷൻ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അലൂവിയൽ സോയിൽ. അപ്പം മണ്ണ് അല്ലെ, സോയിൽ എന്ന ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അലൂവിയൽ സോയിലിനെ കുറിച്ച് അഥവാ എക്കൽ മണ്ണിനെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്. നമ്മളോട് കറക്റ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏത് നോക്കാടാ. ദ അലൂവിയൽ സോയിൽസ് വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. അതായത് അലൂവിയൽ സോയിലിന്റെ ഘടന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സാൻഡി ലോം ടു എന്താണ് ക്ലേ, നമ്മുടെ കളിമണ്ണ് ആയിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാദർ ഈസ് ദ ന്യൂ അലൂവിയം ആൻഡ് ഈസ് ഡെപ്പോസിറ്റഡ് ബൈ ഫ്ലഡ്സ് ആനുവലി. കാദർ എന്ന് പറയുന്നത് പുതിയ അലൂവിയം സോയിലാണ്, വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തത് ബങ്കർ റെപ്രസെന്റ്സ് എ സിസ്റ്റം ഓഫ് ഓൾഡർ അലൂവിയം. അപ്പൊ അലൂവിയത്തിന്റെ തന്നെ ആദ്യകാലങ്ങളിൽ ഫോം ചെയ്ത മണ്ണിനത്തെ നമ്മൾ ബങ്കർ എന്ന് പറയുന്നു. അടുത്തത് ദേ ആർ ലോമി ആൻഡ് ക്ലേയി ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്ര. അത് ലോമി ആൻഡ് ക്ലേയി ആണ്. തരിമണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള വേർതിരിവ് ഉണ്ടായിരിക്കും. എവിടെ? ലോവർ ആൻഡ് മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്രയുടെയും ഗംഗാ പ്ലെയിന്റെയും ഉപരിഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഒക്കെ എന്താണ് ലോമി ആൻഡ് ക്ലേയി ഫോമിലായിരിക്കും കാണപ്പെടുന്നു പറയുന്നു അലൂവിയൽ സോയിൽ. അപ്പം ഇതിൽ ഏതാണ് ശരി? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? നമ്മുടെ ഓപ്ഷനിൽ ഓൺലി 1, 2 and 3 ഉണ്ട്, ഓൺലി 2 and 4 ഉണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓൺലി 2 ആണ് ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. നമുക്ക് നോക്കാം ഇതെല്ലാം ശരിയാണോ. ദി അലൂവിയൽ സോയിൽ വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. നമുക്ക് ഓരോ കോൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അലൂവിയൽ സോയിൽ പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. ഏകദേശം 40% ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്തേൺ പ്ലെയിൻസിലാണ് അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത്. പറയുന്നത് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോയിൽ. ഇൻ ഫാക്ട് ദ എൻറ്റയർ നോർത്തേൺ പ്ലെയിൻസ് ആർ മെയ്ഡ് ഓഫ് അലൂവിയൽ സോയിൽ. അപ്പം മോസ്റ്റ് വൈഡ്ലി ആയിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനമാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫാക്ട്
ദ എൻറ്റയർ നോർത്തേൺ പ്ലെയിൻസ് എന്നും പറയുന്നുണ്ട്. ദീസ് ഹാവ് ബീൻ ഡെപ്പോസിറ്റഡ് ബൈ 3 ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവേഴ്സ്. പ്രധാനപ്പെട്ട 3 ഹിമാലയൻ റിവേഴ്സ് നമുക്കറിയാം. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പം ഇവരുടെ ഒരു ഫലമായിട്ട്, ഇവരുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് ഈ ഡെപ്പോസിഷൻ, ഏത് അലൂവിയൽ ഡെപ്പോസിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ദീസ് സോയിൽസ് ഓൾസോ എക്സ്റ്റെൻഡ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ത്രൂ എ നാരോ കോറിഡോർ. അപ്പം രാജസ്ഥാനിൽ ഒരു ചെറിയ കോറിഡോർ വഴി, അതുപോലെ തന്നെ ഗുജറാത്തിൽ കുറേ ഭാഗങ്ങളിലായിട്ട് ഈ അലുവിയൽ സോയിലിൽ സമ്പന്നമായിട്ട് കിടക്കുന്നു. ദീസ് സോയിൽസ് ഓൾസോ എക്സ്റ്റെൻഡ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ത്രൂ എ നാരോ കോറിഡോർ. അപ്പം രാജസ്ഥാൻ, ഗുജറാത്ത് ഈ 2 സ്റ്റേറ്റ്സുകളും കൃത്യമായിട്ട് അലുവിയൽ സോയിൽ പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക. Through a narrow corridor. Alluvial soil is also found in the eastern coastal plains. അതുകൂടാതെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലും വ്യാപകമായിട്ട് എന്താണ് അലുവിയൽ സോയിൽ കാണപ്പെടുന്നു. ഏതൊക്കെ നദിയുടെ ഡെൽറ്റ ഫോർമേഷന്റെ ഫലമായിട്ടാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ദി അലൂവിയൽ സോയിൽ കൺസിസ്റ്റ് ഓഫ് വേരിയസ് പ്രൊപ്പോർഷൻസ് ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. അപ്പം ഇതിൽ സാൻഡ്, സിൽറ്റ്, ക്ലേ, അപ്പം ഇതെല്ലാം അടങ്ങിയിട്ടാണ് അലൂവിയൽ സോയിലുള്ളത്. അതിൽ സാൻഡ് ഉണ്ട്, ജൈവാംശമുള്ള മണ്ണുണ്ട്, സിൽറ്റ് ഉണ്ട്, തരിമണലുണ്ട്, അതുപോലെ തന്നെ ക്ലേ, കളിമണ്ണുണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിൽ അടങ്ങിയിട്ടുണ്ട്. As we move inland towards the river valleys, soil particles appear somewhat bigger in size. അപ്പം നമ്മൾ ടുവേർഡ്സ് റിവർ വാലീസിലേക്ക് എത്തുമ്പോൾ എന്താണ് അതിൻ്റെ സൈസ്, ഏതിൻ്റെ സോയിലിൻ്റെ സൈസ്, സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ട് കാണപ്പെടുന്നു. സംവാട്ട് ബിഗ്ഗർ ഇൻ സൈസ്. ഇൻ ദി അപ്പർ റീച്ചസ് ഓഫ് ദ റിവർ വാലി, ദാറ്റ് ഈസ് നിയർ ദ പ്ലേസ് ഓഫ് ദ ബ്രേക്ക് ഓഫ് സ്ലോപ്പ്, ദ സോയിൽസ് ആർ കോഴ്സ്. അപ്പോൾ അതായത് ഇതിൻ്റെ ആവിർഭാവങ്ങളുടെ സ്ഥലമുണ്ടല്ലോ, അവിടെ മണ്ണ് കോഴ്സ്, ഹാർഷായിട്ട്, കുറച്ച് ഹാർഡ് ടെക്സ്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. Such soils are more common. ഇപ്പോൾ പൈഡ്മോൺ പ്ലെയിനുകളിലെല്ലാം കാണപ്പെടുന്നതാണ് ഡുവാസ്കോസ്, ടെറായി. അപ്പോൾ ഇവിടെയെല്ലാം ഹാർഷായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഈ സോയിലുകൾ പൈഡ്മോൺ പ്ലെയിൻസിൽ സ്ഥിരമായി കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ഡുവാസ്കോസ് എന്ന് പറയുന്ന ടെറായി ഭാഗങ്ങളിലൊക്കെ. Apart from the size of their grains or components, soils are also described on the basis of their. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, സാൻഡ്, സിൽറ്റ്, ക്ലേ. ഇത് കൂടാതെ ഇതിൻ്റെ സൈസ് അനുസരിച്ചെന്ന് പറഞ്ഞു. ഇത് കൂടാതെയും അതിൻ്റെ കാലപ്പഴക്കം അനുസരിച്ച് 2ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. എന്താണ്? ഇതിനെ അനുസരിച്ച്, കാലപ്പഴക്കത്തെ അനുസരിച്ച്. അപ്പം നോക്കാമിടാ, according to their age, alluvial soils can be classified as old alluvial Bangar and new alluvial Kadar. The Bangar soil has higher concentration of canker nodules than Kadar. അപ്പം ആദ്യം ഫോം ചെയ്ത അതായത് ഓൾഡ് അലൂവിയൻ സോയിലിനെ നമ്മൾ ബംഗർ എന്ന് പറയുന്നു. പിന്നീട് ഫോം ചെയ്യുന്ന ഫ്ലഡിൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതിനെ നമ്മൾ കാദർ എന്ന് പറയുന്നു. എന്താണ് ഇവരുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, ബംഗറിൽ എന്ത് കൂടുതലാണ്? The Bangar soil has higher concentration of canker nodules. എന്താണ് canker nodules എന്ന് പറയുന്നത്? അതെ, കാൽഷ്യം കാർബണേറ്റിന്റെ അളവ് കൂടുതലാണ്, നൊഡ്യൂൾസ് കൂടുതലാണ് ദാൻ ദ കാദറിനേക്കാളും. ഇറ്റ് ഹാസ് മോർ ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് ഈസ് മോർ ഫെർട്ടൈൽ ദാൻ ബംഗർ. അപ്പം കാദറിൽ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി ഫൈൻ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ബംഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാദർ കുറച്ചും കൂടി എന്താണ്? ഫെർട്ടൈലാണ്, ഫെർട്ടിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം രണ്ടും അലുവിയൽ സോയിലാണ് ആദ്യം ഫോം ചെയ്യുന്നത്. ഓൾഡ് സോയിലിനെ നമ്മൾ ബംഗർ എന്നും പിന്നീട് ന്യൂലി ഫോംഡ് ആയിട്ടുള്ളതിനെ കാദർ എന്നും പറയുന്നു. അപ്പം കമ്പാരിറ്റീവ്ലി കാങ്കർ നൊഡ്യൂൾസ് ബംഗറിൽ കൂടുതലാണ്, കാദറിൽ കുറവാണ്. കാദറിൽ കുറച്ചുകൂടി ഫൈൻ ആയിട്ടുള്ള തരിമണലായിരിക്കും. അത് മാത്രമല്ല ഫെർട്ടിലിറ്റിയും ബംഗറിനേക്കാളും കൂടുതലാണ് കാദറിൽ. ഇനി അലുവിയൽ സോയിൽ ആസ് എ ഹോൾ ആർ വെരി ഫെർട്ടൈൽ. അപ്പം മൊത്തത്തിൽ അലുവിയൽ സോയിൽ എന്ന് പറയുന്നത് ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണാണ് അല്ലേ. 40% ഇന്ത്യയുടെ ഫലഭൂഷ്ടമായിട്ട് വിള സമ്പത്ത്, അതായത് നെല്ല്, ഗോതമ്പ്, ധാന്യസമ്പത്തുകൾ, അതുപോലെ തന്നെ കരിമ്പ്, ഇതിലെല്ലാം കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ് അലുവിയൽ സോയിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ അലുവിയൽ സോയിൽ എന്ന് പറയുന്നത് വെരി ഫെർട്ടൈൽ ആണ്. മോസ്റ്റ്ലി ദീസ് സോയിൽസ് കണ്ടെയ്ൻ അഡിക്വേറ്റ് പ്രൊപ്പോർഷൻ ഓഫ് പൊട്ടാഷ്. അപ്പം ഇതിൽ എന്താണ്? പൊട്ടാഷിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡിൻ്റെയും അതുപോലെ ലൈമിൻ്റെയൊക്കെ അളവ് നല്ല രീതിയിൽ ഉണ്ട്. വിച്ച് ആർ ഐഡിയൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഷുഗർ കെയിൻ, പാഡി, വീറ്റ് ആൻഡ് അതർ സെറിയൽ ആൻഡ് പൾസ് ക്രോപ്സ്. സെറിയൽ പൾസ് വിഭാഗം, അതായത് ധാന്യങ്ങൾ, സെറിയൽസ്, പൾസ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, നമ്മുടെ കരിമ്പ്, പാഡി, നെല്ല്, അതുപോലെ ഗോതമ്പ്, ഇതിൻ്റെ എല്ലാം എന്താണ് ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഗ്രോത്തിന് വളരെ നല്ല ഒരു മണ്ണാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ,
ഡ്യൂറി ഹൈ ഫെർട്ടിലിറ്റി റീജിയൻസ് ഓഫ് അലുവിയൽ സോയിൽ ആർ ഇന്റൻസീവ്ലി കൾട്ടിവേറ്റഡ് ആൻഡ് ഡെൻസിലി പോപ്പുലേറ്റ്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ പോപ്പുലേഷനും കൂടുതലാണ്, ഇന്റൻസീവായിട്ട് കൾട്ടിവേഷനും നടക്കുന്നുണ്ട്. ഈ അലുവിയൽ സോയിൽ എവിടെയൊക്കെ ലഭ്യമാവോ അവിടെയെല്ലാം കൂടുതൽ കൃഷി ഇറക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ അലുവിയൽ സോയിലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അപ്പം എന്താണ് ശരിയെന്നല്ലേ? അപ്പോൾ അലുവിയൽ സോയിൽ വെരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോമി ടു ക്ലേ, ഇത് ശരിയല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ, ലോമി ടു ക്ലേ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് കാദർ ന്യൂലി അലുവിയൽ സോയിൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഫ്ലഡ് സമയത്താണ് കാദർ കൂടുതൽ ഡെപ്പോസിറ്റ്, വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഫൈൻ ആയിട്ടുള്ള നേർത്ത കാദർ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള അലുവിയൽ സോയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ബംഗർ എന്ന് പറയുന്നത് ഓൾഡർ അലൂവിയം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതും ശരിയാണ്. ദേ ആർ ലോമി ആൻഡ് ക്ലേ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി. ഗംഗാ പ്ലെയിനിലും ബ്രഹ്മപുത്ര വാലിയിലും ലോമി ആൻഡ് ക്ലേ ഫോമിലാണ് കൂടുതലായി കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെടാ? ഓൾ ഓഫ് ദി എബവ് ആണ് ശരി. 4 കോൺസെപ്റ്റ്സ് 4 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും അലുവിയൽ സോയിലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ അലുവിയൽ സോയിൽ ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് വൺ, അലുവിയൽ സോയിൽ ഇൻ ഇന്ത്യ ആർ ഡെപ്പോസിറ്റഡ് ബൈ 3 ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവേഴ്സ്, ദ ഇൻഡസ്, ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര. നമ്മൾ കോൺസെപ്റ്റിൽ പഠിച്ചപ്പോഴേ പറഞ്ഞു അല്ലേ, പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവരുടെ ഇവരുടെ ആ ഒഴുക്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഫലഭൂഷ്ടിയായിട്ടുള്ള ഫെർട്ടിലിറ്റി കൂടിയ ഒരു മണ്ണാണ് എന്ത് നമ്മുടെ അലുവിയൽ സോയിൽ. ശരിയായ കോൺസെപ്റ്റ് ആണ്. അലുവിയൽ സോയിൽ ഈസ് ഓൾസോ എക്സ്റ്റെൻഡഡ് ടു രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. ഞാൻ പറഞ്ഞില്ലേ, അലുവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ഈ 2 സ്റ്റേറ്റുകളുടെ പേര് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ. അപ്പോൾ അതും ശരിയാണ്. ഇനി അടുത്തത്, അലുവിയൽ സോയിൽ ഈസ് ടിപ്പിക്കൽ ഓഫ് ദ ഡെക്കാൻ ട്രാപ്പ് ബസാൾട്ട് റീജിയൻ സ്പ്രെഡ് ഓവർ നോർത്ത് വെസ്റ്റ് ഡെക്കാൻ പ്ലേറ്റ്യൂ. ഇപ്പം ഡെക്കാൻ പ്ലേറ്റ്യൂവിന്റെ ഭാഗം അല്ലേ, നമ്മൾ ഡെക്കാൻ പ്ലേറ്റ്യൂ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും അവിടെ എന്താണ് ബസാൾട്ട്. ബ്ലാക്ക് സോയിൽ ആണെങ്കിൽ റിഗർ സോയിലാണ് ഇവിടെ കൂടുതലായിട്ട്. ഡെക്കാൻ ട്രാപ്പ് ഏരിയയിൽ ബ്ലാക്ക് സോയിലാണ്. അപ്പോൾ അലുവിയൽ സോയിൽ അല്ലല്ലോ. അപ്പം ഇത് നമുക്ക് തെറ്റായ പ്രസ്താവനയല്ലേ? ഓക്കെ, ദ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അലുവിയൽ സോയിൽ ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പർട്ടിക്കുലർലി ഇൻ ദ ഡെൽറ്റാസ് ഓഫ് മഹാനദി, കൃഷ്ണ ആൻഡ് ഗോദാവരി. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് പോലെ തന്നെ ഇവിടെ താഴെ നമ്മുടെ മഹാനദി, കൃഷ്ണ, ഗോദാവരി ഇവരുടെ ഡെൽറ്റ ഫോർമേഷന്റെ ഭാഗമായിട്ടും അലുവിയൽ ഡെപ്പോസിഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതും ശരിയായ കോൺസെപ്റ്റാണ് അല്ലേ. അപ്പം നമ്മുടെ കോൺസെപ്റ്റ് ഏതൊക്കെ ശരിയാണ്? ആദ്യത്തെ ശരിയാണ്, 3 റിവേഴ്സിന്റെ ഫലമായിട്ട് ഏതാണ് ഹിമാലയൻ റിവേഴ്സിന്റെ ഫലം. അത് രണ്ടാമത്തെ കോൺസെപ്റ്റ് ശരിയാണ്. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ഈ സോയിലിന്റെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അലുവിയൽ സോയിൽ എന്ന് പറയുന്നത് ഡെക്കാൻ ട്രാപ്പിൽ ഇല്ല. ഡെക്കാൻ ട്രാപ്പിൽ ബ്ലാക്ക് സോയിലാണ്. തെറ്റായ പ്രസ്താവന. അലുവിയൽ സോയിൽ ഇസ് ഓൾസോ ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പർട്ടിക്കുലർലി ഇൻ ദ ഡെൽറ്റാസ് ഓഫ് മഹാനദി, കൃഷ്ണ ആൻഡ് ഗോദാവരി. ശരിയായ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ 1, 2, 4 ഏതാണ്? 1, 2 and 4 ഓൺലി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും അതിൻ്റെ സോഴ്സുമായിട്ട് നമ്മുടെ ടീം തീർച്ചയായിട്ടും വരുന്നതാണ്. താങ്ക് യു.